ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമുക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ചില ദുരൂഹതകളുണ്ട് എന്ന് സമ്മതിച്ചേ തീരൂ. ഇത് സാധാരണ ജനങ്ങൾ പറയുന്ന കാര്യമല്ല. അഫാൻ്റെ കൊലപാതക പരമ്പരയ്ക്ക് ശേഷം വരുന്ന മാനസിക രോഗ വിദഗ്ധരുടെ, മനഃശാസ്ത്രജ്ഞരുടെ ഒക്കെ അഭിപ്രായം ഇതുതന്നെയാണ്. മനഃശാസ്ത്ര സമീപനത്തിൽ ഇതുവരെ മനസ്സിലാക്കാൻ കഴിയാത്ത പലതും അഫാൻ്റെ കൊലപാതകത്തോടു കൂടി വന്നിട്ടുണ്ടെന്ന് ഇവരൊക്കെ സമ്മതിക്കുന്നു. കാരണം ഇത് റയർ എന്ന് പറയുന്നൊരു കേസായി നമുക്ക് പരിഗണിക്കേണ്ടി വരുന്നു. അപൂർവമായ ഒരു കേസായി പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്ന വിഷയം. മനഃശാസ്ത്രജ്ഞർ എപ്പോഴും കുറ്റകൃത്യങ്ങളെ അപഗ്രഥിക്കാറുണ്ട്. കുറ്റകൃത്യങ്ങൾ നടന്നപ്പോൾ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളും കുറ്റകൃത്യം നടക്കുന്നതിന് മുമ്പുള്ള സാഹചര്യങ്ങളും അതിന് ശേഷമുള്ള സാഹചര്യങ്ങളും ഒക്കെ പരിശോധിക്കപ്പെട്ടതിന് ശേഷമാണ് ഒരു കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവത്തിനെ മനഃശാസ്ത്രം വിശകലനം ചെയ്യുന്നത്. ഇവിടെ മെൻസ് റിയ എന്ന് പറയുന്ന ഒരു ഭാഗത്തിന് വളരെ അധികം പ്രാധാന്യമുണ്ട്. കുറ്റാന്വേഷണ നിയമത്തിൽ തന്നെ പ്രതിയുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ഉദ്ദേശം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് മെൻസ് റിയ പ്രതിപാദിക്കുന്നത്. In criminal law, mens rea is the mental state of a defendant who is accused of committing a crime. അതായത് ക്രിമിനൽ നിയമത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന പ്രതിയുടെ മാനസികാവസ്ഥയാണ് മെൻസ് റിയ. അത് തീർച്ചയായും പരിഗണിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തുമ്പോൾ തന്നെ മെൻസ് റിയയും ആക്ടസ് റിയയും ഒരു തെളിവായി കോടതികൾ സ്വീകരിക്കാറുണ്ട്. ഇവിടെ അഫാൻ്റെ കേസിനെ സംബന്ധിച്ചിടത്തോളം മനഃശാസ്ത്ര വിഭാഗം തന്നെ ഇപ്പോൾ പലതും അവ്യക്തമായി തന്നെ കാണുന്നു എന്നുള്ളതാണ് നമ്മളെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. കാരണം ചില കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞ രീതിയിലാണ് അഫാൻ്റെ കൊലപാതക പരമ്പര നമ്മെ കാണിക്കുന്നത്. രാവിലെ 10 മണി മുതൽ ആരംഭിച്ച് വൈകുന്നേരം 6 മണിക്ക് അവസാനിച്ച ഒരു കൊലപാതക പരമ്പരയായിരുന്നു ഈ 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ ചെയ്ത് തീർത്തത്. സ്വന്തം വീട്ടിൽ നിന്നും 20 കിലോമീറ്റർ അകലെ താമസിക്കുന്ന ഉമ്മുമ്മയെ കൊലപ്പെടുത്തുന്നു. സ്വന്തം വീട്ടിൽ നിന്ന് ആരംഭിച്ചത് ഉമ്മയെ കൊലപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു. അത് രാവിലെ 10നും 11നും ഇടയ്ക്ക് തന്നെ അത് അദ്ദേഹം പൂർത്തിയാക്കി. പക്ഷേ അത് അപൂർണമായി എന്നുള്ളത് പിന്നീടാണ് ഈ ചെറുപ്പക്കാരൻ മനസ്സിലാകുന്നത്. അദ്ദേഹം കരുതിയത് ഉമ്മ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ 6 മണിക്ക് എത്തി പോലീസ് സംഭവസ്ഥലത്തെത്തി ഈ സ്ത്രീയെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതും. ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ശേഷം ഉമ്മുമ്മ, അത് 20 കിലോമീറ്റർ അകലെയുള്ള ഉമ്മുമ്മയെ തേടിയാണ് ഇദ്ദേഹം പോകുന്നത്. അവിടെ ഉമ്മുമ്മയെ കൊലപ്പെടുത്തുകയും സ്വർണ്ണമാല പിടിച്ചെടുത്തുകൊണ്ട് ഈ മനുഷ്യൻ പണയം വെക്കുകയും ചെയ്തു. പിന്നെ 10 കിലോമീറ്റർ അകലെ പിതാവിൻ്റെ സഹോദരനായ ലത്തീഫിനെയും ഭാര്യ ഷാഹിദയെയും കൊലപ്പെടുത്തുന്നു. തിരിച്ചു വീണ്ടും വീട്ടിലേക്ക് വന്നാണ് അദ്ദേഹം അവിടേക്ക് വിളിച്ചു വരുത്തിയ കാമുകിയെയും സ്കൂൾ വിട്ട് വന്ന അനുജനെയും കൊലപ്പെടുത്തുന്നത്. ശരിക്കും 10 മണി മുതൽ 6 മണി വരെ നീണ്ടു നിന്ന ഒരു കൊലപാതക പരമ്പരയാണ്. ഇദ്ദേഹത്തിന് ഈ ഓട്ടോറിക്ഷയിൽ ഇയാൾ അവസാനമായി അനുജനെ വിളിക്കുന്നതിന് വേണ്ടി പോകുമ്പോഴും അവസാനം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴും ഒക്കെ തന്നെ ഇയാൾക്ക് പ്രത്യേക ഒരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ലെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ പറയുന്നുമുണ്ട്. സംശയാസ്പദമായ ഒരു ഭാവവ്യത്യാസവും അഫാനിൽ ഇല്ലായിരുന്നു. ഇതിനെല്ലാം കാരണമായി അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞത് കാമുകിയെ കൊലപ്പെടുത്തിയത് മാല ചോദിച്ചതുകൊണ്ടാണെന്നാണ്. കടമായി വാങ്ങിയ മാല തിരികെ ചോദിച്ച് പലപ്പോഴും തന്നെ ബുദ്ധിമുട്ടിച്ചു.
അതുകൊണ്ട് കാമുകിയെ കൊന്നതാണെന്ന് പിന്നീട് അദ്ദേഹം മൊഴി മാറ്റി പറഞ്ഞു. ആദ്യം പറഞ്ഞത് താൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ കാമുകി ജീവിച്ചിരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്നാണ്. ഒടുവിലാണ് അദ്ദേഹം മാല തിരികെ ചോദിച്ചത് കൊണ്ടാണ് കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞത്. ഈ വല്യുപ്പ, അതായത് പിതാവിൻ്റെ സഹോദരനെ കൊന്നത് പണം തിരികെ ചോദിച്ചത് കൊണ്ടാണെന്നും തങ്ങളുടെ ആർഭാട ജീവിതത്തിനെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തതും കൊണ്ടാണെന്നാണ്. ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയത് ചോദിച്ച മാല കൊടുക്കാത്തതിൻ്റെ കാരണത്താലാണ്. അതുപോലെ ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഉമ്മ കടബാധ്യത ഉണ്ടാക്കിയതുകൊണ്ടാണ്. ഉപ്പ പൈസ അയക്കാത്തതുകൊണ്ട് ഉപ്പയോടും ശരിക്കും വിരോധമുണ്ടെങ്കിലും അദ്ദേഹം വീട്ടിലില്ലാതിരുന്നു കൊണ്ട് അദ്ദേഹത്തിനെ കൊലപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അഫാൻ പറയാതെ പറയുന്ന കാര്യം. അനുജനായ അഫ്സാനയെ കൊലപ്പെടുത്തിയത് അവൻ ഞാനില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടും എന്നുള്ളത് കൊണ്ടാണെന്നും പറയുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് പ്രണയ വികാരം എന്ന് ഇയാൾ പറയുമെങ്കിലും അത് പ്രണയമല്ല, വെറുപ്പാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നു. ബാക്കി ബന്ധുക്കളെ എല്ലാം കൊലപ്പെടുത്തിയത് ഒന്നുകിൽ അയാളുടെ മനസ്സിൽ തോന്നിയ പ്രതികാര വാഞ്ച കൊണ്ടാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. ഇവിടെയാണ് മനഃശാസ്ത്രജ്ഞന്മാർ വിസ്മയിക്കുന്ന ചില കാര്യങ്ങൾ ഉള്ളത്. കാരണം അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി നേരത്തെ ഇല്ല എന്നുള്ളതാണ് പലരിൽ നിന്നും കിട്ടുന്ന വിവരം. അതും മനഃശാസ്ത്രജ്ഞന്മാർ വിശകലനം ചെയ്യുന്നുണ്ട്. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഇല്ലാത്ത ഈ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ ഒരു ക്രിമിനൽ പ്രോസസ്സ് ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഇമ്പൾസ് ഡിസ്കാഴ്സ്ഡ് ഡിസോർഡർ എന്ന് പറയുന്ന നിയന്ത്രണം പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. ആ ഡിസോർഡർ അദ്ദേഹത്തിൽ നന്നായി സ്വാധീനം ചെലുത്തി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ചിത്തഭ്രമം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഉണ്ടോ എന്നുള്ളത് ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഉൾവലിയലുണ്ട്, സ്വന്തം കാര്യത്തിൽ താല്പര്യമുണ്ട്, അതുപോലെ പല കാര്യങ്ങളും അദ്ദേഹം നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഉത്തരവാദിത്ത ബോധം തന്നിലേക്ക് കൂടുതലായി വന്നു ചേരുന്നു എന്നുള്ള അവസ്ഥ ഫേസ് ചെയ്യുന്നതിൽ വൈമുഖ്യവും ഇയാൾക്കുണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. ആക്രമണ വാസന മനസ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ പൊട്ടിത്തെറിക്കലാണ് ഈ കൊലപാതക പരമ്പരയിലേക്ക് നയിച്ചതെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ വിശദീകരിക്കുന്നുണ്ട്. സമൂഹം അംഗീകരിച്ച ഒരു വ്യക്തിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ഒരു മൂഡിലേക്ക് മാറാൻ കഴിയുമത്രേ. പക്ഷേ മനഃശാസ്ത്രജ്ഞന്മാർ സംശയിക്കുന്നതിൽ ഒരു കാര്യം, അവസാന ഘട്ടത്തിലെങ്കിലും ഇയാൾ ലഹരിയുടെ സ്വാധീനത്തിൽ പെട്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മദ്യമായാലും ധൈര്യം കൊടുക്കുന്നതിന് ഈ ഉത്തേജക വസ്തുവായി മദ്യം മാറുമത്രേ. അതിനേക്കാൾ ഉപരിയായി സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗിച്ചാൽ മനസ്സിലുള്ള പ്രതികാരവാഞ്ചയാണെങ്കിൽ അതിൻ്റെ 10 മടങ്ങായി വളർത്തിയെടുക്കുകയും ചെയ്യും എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഇപ്പോൾ മനഃശാസ്ത്ര നിഗമനങ്ങളിൽ പലതും അഫാൻ്റെ കാര്യത്തിൽ തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇതിന് പുതിയ നിഗമനം തേടേണ്ടി വരുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ബേസിക്കായി ഈ വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന കുറ്റകരത്തിൻ്റെ പശ്ചാത്തലം അവർ പരിശോധിക്കപ്പെടുമ്പോൾ ഈ വ്യക്തിക്ക് മുൻകാല ക്രിമിനൽ ആക്റ്റുകളിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതും ഇപ്പോൾ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു ഫാക്ടറാണ്. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ ക്രൈം പ്രേരണ ഉണ്ടെങ്കിലും അതിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള മാനസികാവസ്ഥ വളരെ അടുത്ത കാലത്ത് സംഭവിച്ചിരിക്കാനായിരിക്കും സാധ്യത എന്ന് പറയുന്നു. ഇൻറ്റേണലായി, അതായത് ഉള്ളിൽ ഒരു കുറ്റവാളിയുടെ വാസന ഇയാളിൽ ഉണ്ട്. പക്ഷേ അതിന് പറ്റിയ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ ഇയാൾ കുറ്റവാളിയായി മാറുകയാണുണ്ടായതെന്നാണ് ഇവർ നിഗമനം നടത്തുന്നത്. വ്യക്തി വൈകല്യം അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ ഉണ്ട് എന്ന് പറയാതെ വയ്യെന്നും ഇവർ പറയുന്നു. കാരണം ഇദ്ദേഹം കൂടുതൽ ആയിട്ട് ആളുകളുമായി ഇടപഴകുന്നതിൽ വൈമുഖ്യം ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്.
കൂടുതൽ സൗഹൃദങ്ങളില്ല, വീട്ടിൽ തന്നെ കൂടുതൽ സമയം ചെലവിടുന്ന ആളാണ്. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ അത് ഇയാൾ ഡ്രഗ്സിലോ മദ്യത്തിലോ അടിപ്പെട്ട് കഴിഞ്ഞാൽ അത് വളർന്ന് പന്തലിക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്നുണ്ടാകുന്ന ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ അഫാനെ കുറ്റകൃത്യത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്നും മനഃശാസ്ത്രജ്ഞർ സംശയിക്കുന്നുണ്ട്. മനസാക്ഷിയിൽ നിന്നും മനസ്സ് മാറിപ്പോകുന്ന ഒരു അവസ്ഥ സംഭവിച്ചിരിക്കാം. അത് ലഹരി കാരണം ഉണ്ടായതും ആകാം എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ചിലപ്പോൾ വരുന്ന ചിത്തഭ്രമ സാധ്യതകളും തള്ളിക്കളയാൻ ആവില്ല. സ്ഥിരമായ ചിത്തഭ്രമം അല്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ചിത്തഭ്രമം കൂടി ചിലപ്പോൾ ഈ അഫാനെ ബാധിച്ചിരിക്കാം എന്നുള്ളതും മനഃശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ അഫാൻ്റെ കേസ് പോലീസ് ഒരു പ്രത്യേക കേസ് ഹിസ്റ്ററിയായി പഠിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി പോലീസിൻ്റെ ക്രിമിനൽ ലായുമായി ബന്ധപ്പെട്ട പഠന വിഷയങ്ങളിൽ അഫാൻ്റെ കേസ് ഒരു പ്രത്യേക റഫറൽ കേസായി മാറും എന്നുള്ളത് പോലീസ് വിഭാഗം അടിവരയിട്ട് പറയുന്നു. മനഃശാസ്ത്രജ്ഞരും ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിന് ആദ്യമായിട്ടാണ് അവരും സാക്ഷ്യം വഹിക്കുന്നത്. ഈ കൊലപാതകം അറിഞ്ഞതിന് ശേഷം ഇപ്പോഴും അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള അസ്വസ്ഥത പലർക്കും ഉള്ളതുപോലെ തന്നെ മനഃശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് അഫാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ചില കാര്യങ്ങൾ കൂടി വ്യക്തമാകാൻ ഉണ്ട്. മനഃശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുള്ളതിൽ നിന്നും ചില കാര്യങ്ങൾ അഫാൻ്റെ കേസിൽ വിട്ടുനിൽക്കുന്നു. അഥവാ പൂർണ്ണമായും മനഃശാസ്ത്രം കാണുന്ന കാഴ്ചപ്പാടിലുള്ള കുറ്റകൃത്യങ്ങൾക്കപ്പുറമാണ് അഫാൻ ചെയ്തു കൂട്ടിയതെന്ന് എവരും അടിവരയിട്ട് പറയുന്നു. ദുരൂഹത ഇപ്പോഴും ആർക്കും മാറിയിട്ടില്ല. മൂടിക്കെട്ടിയ ഒരു മനസ്സിൽ നിന്നും വന്നിട്ടുള്ള ഒരു വലിയൊരു പ്രതികാരവും പ്രണയവും മനസ്സിൽ നിന്ന് മനസാക്ഷി നഷ്ടപ്പെട്ട അവസ്ഥയും ഒക്കെ കൂടി ചേർന്ന് 23കാരനായ ഒരു ചെറുപ്പക്കാരൻ കാട്ടിക്കൂട്ടിയ ചില കോപ്രായങ്ങൾ ആണ് ഇത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുവരെയും ഒരു പശ്ചാത്താപം പോലും ഇല്ലാതെ അഫാൻ നിൽക്കുന്നതും അയാളുടെ ഉള്ളിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു ക്രിമിനൽ മൈൻഡിൻ്റെ ബഹിർസ്ഫുരണമാണ്. ഇപ്പോഴും അയാൾ ഈ വിഷയത്തിൽ ഒരു തരി പശ്ചാത്താപം പോലും അയാൾ പ്രകടിപ്പിക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് അവസാനം ഈ കൊലപാതകം ഏറ്റുപറയാൻ പോകുമ്പോൾ പോലും പരിസരത്ത് കണ്ട ഒരു സുഹൃത്തിനോട് പറഞ്ഞത്, അളിയ ഞാൻ പോയി ഒന്ന് ഒപ്പിട്ടിട്ട് വരാം എന്ന ലാഘവത്വം ആയിരുന്നു. കുഞ്ഞനുജനെ കെട്ടിപ്പിടിച്ച് വളർത്തി ഉമ്മ വച്ച് ലാളിച്ച് പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഈ കുഞ്ഞനുജനെ നോക്കിയിരുന്ന ഒരു വ്യക്തിക്ക് ആ കുഞ്ഞനുജനെ പോലും അകാരണമായി കൊലപ്പെടുത്താനുള്ള മനസ്സ് ഉണ്ടെങ്കിൽ ഇയാളുടെ ഉള്ളിൽ നേരത്തെ തന്നെ ഒരു ക്രിമിനലിസം വർക്കൗട്ട് ചെയ്തിരുന്നു എന്ന് വ്യക്തമാണ്. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ വിശദമായ വിശകലനം ഈ ചാനലിൽ ഉടനെ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഞങ്ങളും ഈ അഫാൻ്റെ വെഞ്ഞാറുമൂട് കൊലപാതക പരമ്പര ഒരു പ്രത്യേക കേസ് ഹിസ്റ്ററിയായി തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കാം. നന്ദി.